ഇന്നലെ മുതൽ സാമൂഹ്യ മാധ്യമത്തിൽ വലിയ ബഹളമാണ്. കിട്ടിപ്പോയി എന്ന് പറഞ്ഞു. ജമാഅത്ത് ഇസ്ലാമിയുടെ അഖിലേന്ത്യാ അമീർ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ സന്തോഷവാന്മാരാണ്, സന്തോഷഭരിതരാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു കാർഡുകൾ പുറത്തു വന്നതിനെ തുടർന്നാണ് കിട്ടിപ്പോയെന്നുള്ള സന്തോഷം. യഥാർത്ഥത്തിൽ ഇന്ന് സമുദായ സംഘടനകൾക്കിടയിൽ ആ സന്തോഷമാണ് വല്ലാതെ നിലനിൽക്കുന്നത്. ഈ വളരെ പ്രമുഖനായ ഒരാൾ ഇതുമായി ബന്ധപ്പെട്ട കാർഡ് എൻ്റെ ഒരു സുഹൃത്തിന് അയച്ചു കൊടുത്തിട്ട് ഇതിൻ്റെ പ്രതികരണം എന്താണ് എന്നറിയണമെന്ന് പറഞ്ഞു. ഞാൻ യഥാർത്ഥത്തിൽ ആദ്യം ഈ കാന്തപുരം AP അബൂബക്കർ ഉസ്താദ് ഇതിനെ സംബന്ധിച്ച് പ്രതികരണം നടത്തിയപ്പോഴും വളരെ മിതത്വത്തോടെയുള്ള വേദനയാണ് ഞാൻ പങ്കുവച്ചത്. എനിക്ക് ഒരു കടന്നാക്രമണം നടത്താനുള്ള മാനസികാവസ്ഥ ആ വിഷയത്തിൽ തോന്നിയിരുന്നില്ല. കാരണം അതിലെ സന്ദേശം തെറ്റായിരുന്നു എന്നുള്ളതല്ലാതെ സംഘടനകൾ തമ്മിലുള്ള കുഴികുഴിക്കലിൽ ഞാനൊരു പങ്കാളിയല്ലല്ലോ. എനിക്കിപ്പോൾ സുന്നിയെ കുഴിച്ചു മൂടിയതുകൊണ്ടോ മുജാഹിദിനെ കുഴിച്ചു മൂടിയതുകൊണ്ടോ തബ്ലീഗിനെ കുഴിച്ചു മൂടിയതുകൊണ്ടോ എനിക്ക് പ്രത്യേകമായ സന്ദേശമൊന്നും ഉണ്ടാകാനുള്ള യാതൊരു കാര്യവുമില്ല. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ മാധ്യമം ജനപത്രമാകട്ടെ അവരുടെ മറ്റു പല പ്രവൃത്തികളെയും വളരെ കടന്നാക്രമിച്ചിട്ടുണ്ട് ഞാൻ. അതിലവർക്ക് വളരെ പരിഭവം ഉണ്ടായിട്ടുണ്ട്. ചിലരൊക്കെ എന്നെ കാണുമ്പോൾ പണ്ട് ഞാൻ നല്ലതായിരുന്നുവെന്നും ഇപ്പോൾ ഇത്തിരി മോശമായെന്നും പറയാറുണ്ട്. അതൊരാളല്ല, ഓരോ സംഘടനക്കാരും അങ്ങനെ പറയാറുണ്ട്. അവരെ പറയുന്ന ആഴ്ചയിൽ ഞാൻ കുറച്ച് മോശമാവും, അതിന് മുമ്പ് വരെയുള്ള ആഴ്ചയിൽ ഞാൻ നന്നായിരിക്കുകയും ചെയ്യും. ഏതായാലും നന്നായാലും മോശമായാലും സംഗതി ഇതുമായി ബന്ധപ്പെട്ട് ജമാഅത്ത് ഇസ്ലാമിയുടെ അഖിലേന്ത്യാ അമീർ പറഞ്ഞ വാചകങ്ങളെ മുറിച്ചെടുക്കേണ്ട കാര്യമില്ല. ഈ മുറിച്ചെടുക്കുന്നതിനൊരു പ്രത്യേകതയുണ്ട്. ഞാൻ ചില കാര്യങ്ങൾ പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ ഹക്കീം അസ്ഹരി പറഞ്ഞ കാര്യത്തെ അതതിന് മുമ്പും പിൻപും ഉള്ളത് കേൾക്കാതെ മുറിച്ചെടുത്തതാണ് എന്ന് ചിലപ്പോൾ പറയാറുണ്ട്. നമ്മുടെ മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞ കാര്യത്തെ മുമ്പും പിമ്പും കേൾക്കാതെ മുറിച്ചെടുത്തതാണെന്ന് പറയാറുണ്ട്. അത് മുറിച്ചെടുപ്പല്ല, അത് ആ പറഞ്ഞ ആശയത്തെയാണ് ഞാൻ ചോദ്യം ചെയ്യുന്നത്. ആ പറഞ്ഞ വാചകം കംപ്ലീറ്റായ ഒരു ആശയത്തെ പ്രതിനിധീകരിക്കുന്നുവെങ്കിൽ ഞാനതിനെ ചോദ്യം ചെയ്യാറുണ്ട്. ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമി അമീറിൻ്റെ വാചകം ഇന്ത്യയിലെ മുസ്ലിങ്ങൾ എല്ലാ അർത്ഥത്തിലും വലിയ സന്തോഷവാന്മാരാണ് ഇവിടെ എന്ന് പൂർണ്ണ അർത്ഥത്തിൽ അത് പറയുകയും അത് സർക്കാരിൻ്റെ വലിയൊരു മൈലേജായി ഭരിക്കുന്ന ഭരണകൂടത്തിൻ്റെ സന്തോഷമായി വ്യാഖ്യാനിക്കപ്പെടാനുള്ള പരുവത്തിന് ഇട്ട് കൊടുക്കുകയും ചെയ്യുമ്പോഴാണ് അതിൽ വേദനയും വിഷമവും കാപഢ്യവും ഒക്കെ വരുന്നത്. ഇതിൽ അദ്ദേഹം പറഞ്ഞത് വളരെ കൃത്യമാണ്. ആ പറഞ്ഞതൊന്ന് കേൾക്കാം. അതെ, തീർച്ചയായും ഇന്ത്യയിലെ മുസ്ലിങ്ങൾ സുരക്ഷിതരാണ്. ഇന്ത്യയുടെ നിയമവും ഭരണഘടനയും ഇവിടുത്തെ ജനാധിപത്യ മൂല്യങ്ങളും കാരണം ഇവിടെ നിൽക്കുന്ന സമാധാനത്തിന് ഞങ്ങൾ അള്ളാഹുവിനോട് നന്ദി പറയുന്നു. ഈ മൂല്യങ്ങൾ തുടർന്ന് നിലനിൽക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ ചില ശക്തികൾ ഇന്ത്യയുടെ ഈ പാരമ്പര്യത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു എന്നതാണ്. ഇവിടുത്തെ മൂല്യങ്ങളും സമാധാന അന്തരീക്ഷവും ഭരണഘടനാപരമായ ഉറപ്പുകളും നശിപ്പിക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അതിനാൽ ഈ നീക്കങ്ങൾ തടയണമെന്നും ഇവ ഇല്ലാതാക്കാനുള്ള ഇത്തരം ശ്രമങ്ങൾക്ക് കടിഞ്ഞാടിടണമെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇന്ത്യയുടെ ഈ പാരമ്പര്യം വരും കാലങ്ങളിലും തുടരേണ്ടതുണ്ട്. എവിടാ സഹോദര ഇതിൽ ഈ പറഞ്ഞതുപോലൊരു സംഗതി? നിങ്ങളീ നമ്മൾ പറഞ്ഞ ഒരു കാര്യത്തിന് വേറൊരാൾ ചെയ്ത കാര്യവുമായി താരതമ്യം ചെയ്യുമ്പോൾ അതിനൊരു തുല്യത ഉണ്ടാവണ്ടേ? ഇത് വളരെ കൃത്യമല്ലേ? ഇതിപ്പോൾ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയുന്ന വാചകങ്ങളാണിതെല്ലാം. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഇവിടെ നിലവിലുള്ള ഭരണഘടനയും അതുപോലെ തന്നെ മറ്റുള്ള സംവിധാനങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് താരതമ്യേന സുരക്ഷിതരാണെന്നുള്ളതിൽ അള്ളാഹുവിന് നന്ദി രേഖപ്പെടുത്തുന്നു, ദൈവത്തിന് നന്ദി. പക്ഷേ ഇത് ദുർബലപ്പെടുത്താൻ, ഇല്ലാതാക്കാൻ ചില ശക്തികൾ ശ്രമിക്കുന്നു. അങ്ങനെയൊക്കെ പറയുന്നില്ലേ? അങ്ങനെ വല്ലതും ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഉണ്ടെങ്കിൽ അത് പുറത്തുവിട്. നമുക്കന്ന് ഈ പറയുന്ന അദ്ദേഹത്തെ എതിർത്ത ആളുകളെ, കാന്തപുരം ഉസ്താദിനെ എതിർത്ത ആളുകളെ മൊത്തം നമുക്ക് കൈകാര്യം ചെയ്യാം, ഞാനിവിടെ കൈകാര്യം ചെയ്യാം. അതില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അതുകൊണ്ട് ഇത് അതറേ, ഇത് രണ്ട് കോണ്ടെക്സ്റ്റാണ്. നമ്മൾ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ എല്ലാവരിടത്തും നമ്മളെല്ലാം സങ്കടത്തിലാണ്, ദുഃഖത്തിലാണെന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ അതിൻ്റെ കോണ്ടെക്സ്റ്റ്, അത് പറയുന്ന സെൻസ്, അത് പറയുന്ന സാഹചര്യം, ആ പറഞ്ഞ ഒരു വിഷയത്തെ സംബന്ധിച്ച് അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഇൻ്റർപ്രിട്ടേഷൻ, അതെല്ലാം അതിലേറ്റവും പ്രധാനമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ എടുത്തോ. അല്ലാതെ വെറുതെ ഇതിൻ്റെ മേൽ മേക്കിട്ട് കയറി ഇനി ഇതുമായിട്ടിട്ട് കുരുക്കേണ്ട കാര്യമില്ല. അത്രയേ ഉള്ളൂ.